ഹലോ ഹായ് ഗൈസ്, എല്ലാവർക്കും ഇടിക്കാനായിട്ട് വ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, അതായത് ഇടുക്കിയില് അഞ്ചുള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. എല്ലാവരും ആ സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ ഇടുക്കിയിലേക്ക് ട്രിപ്പ് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ പുറത്തുള്ളവരാണെങ്കിലും ഇപ്പൊ ഇടുക്കിയിൽ തന്നെ വേറെ എവിടെയെങ്കിലും ഉള്ളവരാണെങ്കിലും നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകത്തില്ല എന്താണ് അഞ്ചുള്ളി, ഇല്ലെങ്കിൽ അഞ്ചുള്ളിക്ക് എങ്ങനെ ആ സ്ഥലത്തിന് അങ്ങനെ പേര് വന്നു, അവിടെ പോയാൽ എന്തൊക്കെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ഏത് സമയത്ത് നിങ്ങൾക്ക് പോകാം, ഇതിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ തരാനായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സുന്ദരിയായ ഇടുക്കി ജില്ലയിൽ അഞ്ചുള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അഞ്ചുള്ളി എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഫേമസ് ആയിട്ടുള്ള അഞ്ചുള്ളി ടണലുണ്ട്. ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ പഞ്ചായത്തിലാണ് അഞ്ചുള്ളി ടണൽ സ്ഥിതി ചെയ്യുന്നത്. ഈ അഞ്ചുള്ളി എന്നുള്ള പേര് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇടുക്കിക്കാർക്ക് എല്ലാവർക്കും തന്നെ ഒരുവിധം ഐഡിയ ഉണ്ടായിരിക്കും. എങ്കിലും മറ്റുള്ള ജില്ലകളിൽ നിന്നുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ഇടുക്കിക്കാരി എന്നുള്ള സ്ഥിതിക്ക് എനിക്കതിനെപ്പറ്റി ചെറിയ ഐഡിയ ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇടുക്കി ജില്ലയിലെ മലനിരകൾക്കിടയിൽ തന്നെയാണ് ഈ ഒരു ടണലും സ്ഥിതി ചെയ്യുന്നത്. അതായത് 5 മലകളെ തമ്മിൽ കണക്ട് ചെയ്താണ് ഈ ഒരു അഞ്ചുള്ളി ടണൽ സ്ഥിതി ചെയ്യുന്നത്. തന്നെയല്ല, ആ 5 ചെറിയ മലകൾക്ക് നമ്മളുടെ അടുക്കളയിലുള്ള ഉരുളി കമഴ്ത്തി വെക്കുന്ന ഷേപ്പാണത്രേ. അതുകൊണ്ടും കൂടിയാണ് അഞ്ചുള്ളി എന്ന് പേര് വന്നത്. റിസർവോയറിൽ വെള്ളം കുറവുള്ളപ്പോൾ മാത്രമാണ് ആ മലകൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കുക. ഈ അഞ്ചുള്ളി ടണലിന് 5.5 കിലോമീറ്റർ നീളവും വൃത്താകൃതിയുമാണുള്ളത്. ഇരട്ടയാർ ഡാമിൽ നിന്ന് ഇടുക്കി റിസർവോയറിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് അഞ്ചുള്ളി ടണൽ വഴിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 740 മീറ്റർ ഉയരത്തിലായാണ് അഞ്ചുള്ളി എന്ന് പറയുന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും തന്നെ ഇടുക്കിയിലെ കട്ടപ്പന എന്ന സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടാവും. കട്ടപ്പനയ്ക്ക് അധികം ദൂരമില്ലാതെ തന്നെയാണ് കാഞ്ചിയാർ പഞ്ചായത്തുള്ളത്. കാഞ്ചിയാർ പഞ്ചായത്തിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരമേ അഞ്ചുള്ളിക്ക് വരുന്നുള്ളൂ. കട്ടപ്പന കുട്ടിക്കാനം സ്റ്റേറ്റ് ഹൈവേ വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസിബിൾ ആണ് അഞ്ചുള്ളി എന്ന് പറയുന്ന ഈ സ്ഥലം. അഞ്ചുള്ളിക്ക് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അയ്യപ്പൻ കോവിൽ എന്ന് പറയുന്നത്. അതായത് അയ്യപ്പൻ കോവിൽ തൂക്കുപാലം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അയ്യപ്പൻ കോവിൽ വില്ലേജുമായി ഈ അഞ്ചുള്ളിയെ കമ്പൈൻ ചെയ്ത് നല്ലൊരു രീതിയിലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറ്റുവാനുള്ള പദ്ധതികൾ കാഞ്ചിയാർ പഞ്ചായത്ത് നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കാം, ഈ ടണലിനുള്ളിലൂടെ നമ്മൾക്ക് നടക്കുവാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായും പറ്റും. എന്നാൽ ഒരു കണ്ടീഷനുണ്ട്. ഇടുക്കി റിസർവോയറിലെ ജലനിരപ്പ് താഴ്ന്നു നിന്നാൽ മാത്രമേ നമ്മൾക്ക് ഈ ടണലിലൂടെ നടക്കുവാൻ പറ്റുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ടണലിനുള്ളിലൂടെ നിറച്ച് വെള്ളം ഒഴുകി വന്ന് താഴേക്ക് നല്ല ശക്തിയിൽ വെള്ളം വന്ന് ചാടുന്നുണ്ടാവും. ഇതിൻ്റെ വിശദീകരിച്ചുള്ള വീഡിയോ ഇവിടെ പോയി നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോസ് കാണണം എന്നുള്ളവർക്ക് ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീൻ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് തന്നെയല്ല, നമ്മുടെ അഞ്ചുള്ളി ഒരു സിനിമാ നടി കൂടിയാണ്. കാരണം 2014 ഷൂട്ട് ചെയ്ത നമ്മുടെ ഇയോബിൻ്റെ പുസ്തകം എന്ന് പറയുന്ന സിനിമ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവില്ലേ? അതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തേക്കുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ വേറെ 2-3-4 മൂവീസിലും കൂടെ ഈ ലൊക്കേഷൻ മൂവീസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ട്രെക്കിങ്, ഫിഷിങ്, അതുപോലെ അഡ്വഞ്ചേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടുക്കി ഡാം കാണാനായിട്ട് ഇടുക്കിയിൽ ആ വഴി വരുന്നുണ്ടെങ്കിലോ, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാൽവരി മൗണ്ടിലേക്ക് പോകാൻ വരുന്നുണ്ടെങ്കിലോ, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇടുക്കി വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് ഒന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. എന്ന് വെച്ച് നിങ്ങൾക്കൊരു ഡേ ഫുള്ളായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാൻ മാത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ
എൻ്റെ അഭിപ്രായം അനുസരിച്ച് ഇല്ല. കാരണം അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് കണ്ട് കുറച്ച് സമയം, ഒരു 2-3 മണിക്കൂർ നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്ത് നിങ്ങൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകാനാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. കാരണം നല്ല രീതിയിൽ പ്രകൃതി ഭംഗിയുള്ള കാണാനും അതുപോലെ തന്നെ എൻജോയ് ചെയ്യാനും നിങ്ങൾ ഫാമിലിയുടെ കൂടെ ആണെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പിന്നെ ഈ ടണലിൽ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രകൃതി ഭംഗിയുള്ള, അതുപോലെ തന്നെ കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹിഡൻ ആയിട്ടുള്ള പ്ലേസസ് കാര്യങ്ങളൊക്കെ അഞ്ചുള്ളിക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പം അതിനെപ്പറ്റി ഒന്നും വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിലും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫ്യൂച്ചറിൽ ആ വീഡിയോസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ചെയ്യാം കേട്ടോ. അപ്പം അത് ഇടുക്കിയിലുള്ളവർക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തിന് തൊട്ടടുത്തുള്ള ആളുകൾക്ക് മാത്രം അറിയാവുന്ന കുറച്ച് സ്പോട്ട് അവിടെ തന്നെ ഉണ്ട്. അപ്പം അതിനെപ്പറ്റി ഫ്യൂച്ചറിൽ ഞാൻ ഷുവറായിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കുമേ. അപ്പം നമ്മുടെ ചാനലിൽ ഞാൻ അഞ്ചുള്ളിയുടെ വീഡിയോ ഇട്ടേക്കുന്നത് നിങ്ങൾ മറക്കാതെ കാണുക. അപ്പം ഇതാണ് അഞ്ചുള്ളി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും, ഇല്ലെങ്കിൽ ആ അഞ്ചുള്ളിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മൊത്തത്തിലുള്ള കാഴ്ചകളും ഇത് തന്നെയാണ്. അതുകൂടാതെ നിങ്ങൾ നല്ല കാലാവസ്ഥ തിരഞ്ഞെടുത്ത് നിങ്ങൾ അഞ്ചുള്ളി വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ പെരുമഴയും പേമാരിയും ഉള്ള സമയത്ത് വന്നിട്ട് നിങ്ങൾക്ക് ടണലിൻ്റെ ആ ഒരു ഭംഗി ഇല്ലാന്നുണ്ടെങ്കിൽ ടണലിനുള്ളിലേക്ക് നടന്ന് പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഇങ്ങനെ വെള്ളം നിറഞ്ഞൊഴുകുന്ന ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു വ്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതിലേത് വേണം എന്നുള്ളത് നിങ്ങൾ വേണം ചൂസ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ അഞ്ചുള്ളി കണ്ടിട്ടുള്ളവർ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഇടുക്കിയിൽ വിസിറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ അറിയിക്കുക. കാരണം ഇടുക്കിയെ പറ്റി കേൾക്കുമ്പോൾ അതെനിക്കും സന്തോഷമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രാവലിംഗ് എക്സ്പീരിയൻസിനെ പറ്റി കേൾക്കുമ്പോൾ അത് സന്തോഷമാണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അതായത് ഇടുക്കിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന 7 സ്ഥലങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ഞാൻ ഇതിന്റെ എൻഡ് സ്ക്രീനിൽ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അതും കൂടെ നിങ്ങൾ കണ്ടു നോക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. അതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഏത് സ്ഥലം തൊട്ട് ഏത് സ്ഥലം വരെ ഇങ്ങനെ കയറി ഇറങ്ങി പോവാം എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിനകത്ത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇനി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കുറെ സ്ഥലങ്ങൾ ഉണ്ടാവത്തില്ലേ, ഇനി ഏത് സ്ഥലത്ത് പോയാലും എന്തൊക്കെ കാണാം, ഇല്ലെങ്കിൽ ഇടുക്കിയിലെ ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ ലൊക്കേഷൻസിലെ ആണെങ്കിലും നിങ്ങൾക്ക് എവിടെയൊക്കെ കാണാൻ താല്പര്യമുണ്ട്, അപ്പൊ ആ സ്ഥലത്തെ പറ്റി കൂടുതലായിട്ടൊരു ഐഡിയ വേണം എന്നുള്ളവര് ഒന്ന് കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് ഞാൻ ആ വീഡിയോസും കൂടെ ചെയ്യാം. പിന്നെ ഇടുക്കിയിലെയും ഇനി ഓരോരോ സ്ഥലങ്ങളെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം അത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെന്നുള്ളത് എൻ്റെ ഇതിനു മുന്നത്തെ ഒരു വീഡിയോയിൽ കൂടെ എനിക്ക് മനസ്സിലായി. കാരണം ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് എന്തായാലും നമ്മൾ ട്രിപ്പ് പോകുന്ന ഒരു സമയമൊക്കെ ആണല്ലോ. അപ്പം നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ട്രിപ്പ് പോകുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പം അഞ്ചുള്ളി പോയിട്ടുള്ളവരും ഇപ്പൊ പോകാൻ പോകുന്നവരും പോകാൻ തുടങ്ങുന്നവർക്കും ഒക്കെ ഒരു ഹാപ്പി ജേണി. എല്ലാവരും അടിച്ചു പൊളിച്ച് പോയിട്ട് വരിക. അപ്പം പോയിട്ടുള്ള എക്സ്പീരിയൻസ്, പോയവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കമന്റ് സെക്ഷനിൽ പടപടയെന്ന് പോരട്ടെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നാളെ 4 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ടാറ്റാ.